ഗൈസ് ആക്ച്വലി ഞാൻ ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ചാൻസ് ഉണ്ടാവുക കണ്ടന്റ് തരുന്ന വ്യക്തി രേണുസുതി ആയിരിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ മൊത്തത്തിലാകെ മാറി. നമുക്കപ്പോൾ നെവിനെ പറ്റി സംസാരിക്കാം. നെവിൻ ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൾ എവിടെ 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 ഇവിടേക്ക് എത്തിയിട്ടില്ല, എന്തോ ഏതോ അറിയത്തില്ല. അപ്പം വർക്ക്ഔട്ട് ചെയ്തോ അതോ ബിഗ് ബോസ് നമ്മുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തേക്കാണോ? ഇനി ഓണത്തിന് മാവേലിയായിട്ട് ആൾ കയറി വരുമോ? ലാലേട്ടൻ വരണവരെ ഹോൾഡ് ചെയ്യാണോ? ലാലേട്ടനെ കൊണ്ടുകൂടി സംസാരിപ്പിക്കാനാണോ ഉദ്ദേശം? എന്താ ഏതാ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഇത്തവണ ആണെങ്കിൽ ലാലേട്ടൻ വരത്തുമില്ല, നമ്മുടെ വീഡിയോ കോളേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആക്ച്വലി ഇത്തവണ വരണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് ചോദിക്കേണ്ടതാണ്. അക്ബറിന്റെ കാര്യം, റനയുടെ കാര്യം, ഷനാസിന്റെ കാര്യം, ആര്യന്റെ കാര്യമൊക്കെ ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ വീഡിയോ കോളോട് ചോദിക്കുമ്പോൾ ഒരു ഉണ്ടാവില്ല. അപ്പോ നെവിൻ വാക്കൗട്ട് ആവുള്ള കാര്യം ആരാണ് പ്രൊവോക്ക് ചെയ്തത്? ഹൂ പ്രൊവോക്ഡ്? അതിലനൂര ബിഗ് ബോസ്? ആക്ച്വലി ഇതില് ഇവര് തമ്മിലുള്ള റിലേഷൻ തകർക്കും 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 എന്ന് നെവിൻ പറയുന്നുണ്ടായിരുന്നു. നെവിന്റെ ഫ്രണ്ട്സിന്റെയും കുറച്ച് റിലേഷൻ തകർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും നെവിനായിട്ടുള്ള പോഡ്കാസ്റ്റ് ഇന്റർവ്യൂസ് ഓൺ ദ വേ, അതിനകത്ത് നെവിൻ പറയുന്നുണ്ട്, ഞാനും പ്രേമിക്കില്ല, എന്റെ കൂടെ ഉള്ളവരെ ഞാൻ പ്രേമിപ്പിക്കത്തില്ല. റിലേഷൻ ഉണ്ടെങ്കിൽ റിലേഷൻ ഞാൻ ബ്രേക്ക് ആക്കിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രേമിക്കാൻ സമ്മതിക്കില്ല എന്ന് നെവിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം ക്യാരക്ടർ തന്നെയാണ് ആൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നെവിൻ അങ്ങനെ ഒരു പോയിന്റിൽ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ബ്രേക്കപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി ആ പണിക്ക് പോവില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഇഫ് ദേ വോണ്ട്, അവർക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിന് എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നെവിന്റെ ഇനി ട്രോമാസ് ആണോ അല്ലെങ്കിൽ എന്തോ എനിക്കറിയത്തില്ല. നെവിനും റിലേഷൻ നിൽക്കില്ല, നെവിന്റെ കൂടെ ഉള്ളവർക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ അത് നെവിൻ സമ്മതിക്കത്തുമില്ല. അപ്പൊ അതിലാണ് ഓരോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഞാൻ സമ്മതിക്കില്ല, പിരിക്കും 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 പിരിക്കും. നിങ്ങൾക്കറിയാലോ, ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത് വലിയൊരു സംഭവമൊക്കെ ആയതിനു ശേഷമാണ് അവർ തമ്മിൽ യോജിക്കുന്നത്. അപ്പം തമാശയ്ക്കാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ രണ്ടുപേരും പിരിക്കുമെന്ന് പറയുന്നത് ജെന്യുവൻ ആയിട്ട് റിലേഷൻ കൊണ്ടു നടക്കുന്ന ആർക്കും കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതിലും നൂറയ്ക്കും ആ ഒരു റിവെഞ്ച് ഉണ്ടായിരുന്നു. നെവിൻ പുറത്തോട്ട് പോകണം എന്നുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, അവിടെ എന്താണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ പറഞ്ഞിരുന്നു, ബ്രേക്ക് ആക്കുന്നു പറഞ്ഞിരുന്നു. അത് ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതൊരു കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ രതീഷ് ഏട്ടൻ പുറത്തേക്ക് പോകുമ്പോൾ ബാഗ് എടുത്ത് ഇറങ്ങിയിട്ടും ഗേറ്റ് പോലും തുറക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ ബിഗ് ബോസ് ഓൾസോ പ്രൊവോക്ഡ്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, യെസ് ഉറച്ചു നിൽക്കുന്നു, ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളും ഇത്രയും പ്രൊവോക്കേഷൻ ഫേസ് ചെയ്ത് നിൽക്കത്തില്ല. കാരണം ഗെറ്റ്സ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാന്നൊക്കെ അതിലെ നൂറേം പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ബിഗ് ബോസിന്റെ പ്രൊവോക്കേഷൻ കൂടെ ആയി കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇറങ്ങി മണ്ടത്തരം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആസ് എ പേഴ്സൺ ഓരോ ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ പറയുമ്പം മേ ബി ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഒരു തോട്ട് വരും പെട്ടെന്നുള്ളൊരു ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗിസേലും അനുമായിട്ടുള്ള വിഷയത്തിൽ പ്രൊവോക്ഡ് ആയിട്ട് പറ്റിയതാണ്, ഇടപെട്ട് ചെന്നിട്ടുണ്ടായ വിഷയമാണ്. ദെൻ അത് പിന്നെ വേറെ വേറെ രീതിയിലോട്ട് പോയി, പിന്നെ പ്രൊവോക്ഡ് ആയി, ഈഗോ ഹിറ്റ് ചെയ്തു, സെൽഫ് റെസ്പെക്ട് റൂൾ ചെയ്തു, ആളിറങ്ങി പോയി. പക്ഷെ ഇപ്പോഴും എന്താണ് കറക്റ്റ് സിറ്റുവേഷൻ നമുക്കറിയത്തില്ല. അതേപോലെ തന്നെ അതിലനോറ നമ്മുടെ അക്ബറിന്റെ ഫാമിലി വിളിച്ചപ്പോഴും അതിലനോറയുടെ കാര്യത്തെ പറ്റി സംസാരിച്ചതും അതേപറ്റി ചോദിക്കുകയും, അപ്പോൾ അക്ബർ ഇങ്ങനെ ലൈക്ക് പഴയ ആൾക്കാരാണ് ആ രീതിയിൽ സംസാരിച്ചയക്കുന്നൊക്കെ പറയുമ്പോൾ ഇവർ പറഞ്ഞ കാര്യമുണ്ട്, സ്വന്തം പാരന്റ്സിനും പോലും ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെയാണോ ആൾക്കാർ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ടീയേഴ്സ് ഒക്കെ. എന്ത് തന്നെയാണെങ്കിലും നെവിന്റെ ഇഷ്യൂ ആണെങ്കിലും അക്ബറിന്റെ ഈ കാര്യമാണെങ്കിലും അതിലനോറ എന്ന് പറയുന്ന ബട്ടർഫ്ലൈസ് ഇപ്പോൾ ഒരു സീസൺ ഈ ഒരു വീക്കിൽ തൽക്കാലം തൂക്കിയേക്കാണ്. ഇവരിനി തീ തുപ്പുന്ന ഡ്രാഗനായിട്ട് മാറുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ആസ് ഓഫ് നൗ ഇപ്പോൾ അവരുടെ ഗ്രാഫിന് ടിഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ആര്യനും ഗിസയിലും അവിടെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യുനോ അനുവിനെ പറ്റിയിട്ട് അനുവിനെ അവർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനു കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അനുവിനെ ബിഗ് ബോസ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഈവൻ ബിഗ് ബോസ് ആണ് അനുവിന്റെ PR എന്നുള്ള രീതിയിൽ വരെ അവിടെ സംസാരം വരുന്നുണ്ട്. ഈവൻ റെന പറയുന്നുണ്ട് ബിഗ് ബോസിന് നെവിനേക്കാളും താല്പര്യം നമ്മുടെ അനുവിനെ ആയിരിക്കും എന്നുള്ളത്. അതേപോലെ ആര്യനും സംസാരിക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിനു ശേഷം ഒന്ന് സോറി പറയും. പൊന്നെ മോനെ ആര്യ, അതിന്റെ ഉള്ളിൽ വെറുതെ ചുമ്മാ പൊട്ടത്തരം പറയുന്നത്. ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞ സീസണിൽ ഒരാൾ ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ട് ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഏറെക്കുറെ പുറത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ പർപ്പസ്ഫുള്ളി ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ട് ഒരു സോറിൽ തീരുന്നൊന്നും വിചാരിക്കരുത്. അതിന് അനു അതിൻ്റെതായ രീതിയിൽ ആക്ഷൻ എടുത്താൽ ബിഗ് ബോസ് മറ്റു കുടുംബാംഗം കൂടെ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആര്യന് വരാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ആര്യം ചിന്തിക്കണേക്കാൾ അപ്പുറമായിരിക്കും. കരഞ്ഞു മെഴുകിയാൽ പോലും ലൈക്ക് ആര്യം സോറി പറഞ്ഞാൽ പോലും അവിടെ നിന്ന് മാറാൻ പോകുന്നില്ല. സോ ആസ് ഓഫ് നൗ ഉള്ള എന്റെ കുറച്ച് സങ്കടം എന്ന് പറഞ്ഞാൽ ഇത്തവണ ലാലേട്ടൻ എന്തായാലും വീഡിയോ കോളിലൂടെ ആയിരിക്കും ചോദിക്കുന്നത്. അത്
അത് വിഷമായി. കാരണം അക്ബറും ഷാനവാസും അനുവിനോട് പ്രൊവോക്ക് ചെയ്ത രീതി എനിക്ക് ഇഷ്ടമായില്ല. ആൻഡ് ആദില നോറ ഈ പറഞ്ഞ മാതിരി ബിഗ് ബോസും കൂടിയും പ്രൊവോക്ക് ചെയ്തിട്ടാണ് നെവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായത്. അത് അവർക്ക് മനസ്സിലായിട്ട്, കാരണം ഇത്രയും മൈൻഡ് ഗെയിം കളിക്കുന്ന അതിൻ്റെ ഉള്ളിലെ ക്രിയേറ്റേഴ്സും ബിഗ് ബോസും എല്ലാം യുനോ നെവിൻ തിരിച്ചു കയറുമായിരിക്കും, നമുക്കറിയത്തില്ല. അങ്ങനെ തിരിച്ചു കയറുകയാണെങ്കിൽ തന്നെ ഇത് ഒരു 1.5 കയറ്റമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നെവിന്റെ ഇത്രയുള്ളൊരു ജേണി നിങ്ങൾ കണ്ടതല്ലേ. അതേപോലെ അവന് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ അവസ്ഥയാണ്. അതിന്റെ ഒരു ട്രോമ എന്താ അവൻ സമ്മതിക്കത്തില്ല. ഈവൻ പോഡ്കാസ്റ്റിൽ വന്നപ്പോഴും പറയണ്ടായിരുന്നു സമ്മതിക്കത്തില്ല, റിലേഷൻഷിപ്പിന് സമ്മതിക്കത്തില്ല എന്നുള്ളത്. സോ ആകെ മൊത്തം ടോട്ടലി ഈ ഒരു സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ അലമ്പ് നടന്നിട്ടുണ്ട്. യുനോ ആളുകളുടെ ഒരു ക്വാളിറ്റി ഇൻ ദ സെൻസ് ലൈക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഇല്ലാത്ത ഒരു അവസ്ഥയും, അല്ലെങ്കിൽ യുനോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നെവിനെ ആ ഒരു സീൻ വന്നപ്പോൾ കയറി അങ്ങ് പ്രൊവോക്ക് ചെയ്ത് അതിലൊരു ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു നെവിൻ ഒന്ന് ഔട്ട് ആവാൻ വേണ്ടിയിട്ട്. സോ അതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവര് നെവിന് ഒരു ദ്രോഹത്തിനും പോകണില്ല. പക്ഷെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ആർക്കായാലും അറിയാവുന്നതാണ്. അതേപോലെ അനുവിന്റെ കേസ് അവരുടെ എല്ലാവരുടെയും വിചാരം അനുവിന്റെ PR ബിഗ് ബോസ് അല്ലെങ്കിൽ അനുവിനെ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടാണ് എൻ്റെ ചോദ്യം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അനുവിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നോ, അല്ലെങ്കിൽ അനു ഒരു കണ്ടന്റ് അവിടെ തരുന്നില്ലേ, അതേപോലെ തന്നെ നെവിന്റെ ഈ വാക്കൗട്ടിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ഗുഡ് വൈബ്സ്.